അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള +2 ലെവൽ മാത്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതായത് +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് ഇനി വരുന്ന എൻട്രൻസ് എക്സാമിന്, ഇപ്പോൾ UG ആയിക്കോട്ടെ PG ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാമുകളിൽ +2 ലെവൽ മാത്തമാറ്റിക്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഇതിൽ എല്ലതും ഉണ്ട് എന്ന് ഞാൻ പറയില്ല, അതായത് എല്ലാ ഭാഗവും ഇല്ല. നോർമലി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ജനറലായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ്. ഓരോന്നിലും ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ഇക്വേഷൻസാണ് മെയിനായിട്ട് നോക്കുന്നത്. മെയിനായിട്ട് ഇക്വേഷൻസാണ് പറയുന്നത്. പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതിന് ജസ്റ്റ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കി അതിൻ്റെ ഒപ്പം തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് നേരെ പോവാം. ഓക്കെ, ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ആൾജിബ്രയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാനുണ്ടാകുന്ന ആളാണ് a+b² അല്ലെങ്കിൽ l-b². ഇപ്പോൾ നമ്മുടെ ഡിഗ്രി PG ലെവലൊക്കെ ആണെങ്കിൽ ഈ സ്ക്വയർ ആവില്ല, പവർ എന്ന് പറയുന്നത് 3ഉം മേ ബി 4ഉം വരാവുന്ന കേസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഇതിലെ വരുന്നത്. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തതിൽ മറ്റുള്ള ഇതിൽ പറയുന്നുണ്ട്, അത് ഇതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ജനറലായിട്ട് നോക്കുക, a+b² എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, a² + 2ab + b² ആണ്. ഇനി a-b² a² - 2ab + b² ആണ്. ഇനി a² - b² എന്ന് പറഞ്ഞാൽ എന്താ, a - b അല്ലെങ്കിൽ a+b × a - b ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വേറെന്താ, ഇതിൽ നമ്മൾ പറഞ്ഞു a+b പവറിൽ 3 വന്നു കഴിഞ്ഞാൽ എന്ത് വരണം, a³ + 3a²b + 3ab² + b³ അല്ലേ, അങ്ങനെ വരും. അതുപോലെ തന്നെ a-b³ ഉണ്ട്, നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് വേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ അധികം അറിയാത്ത വേറൊരു സാധനം പറഞ്ഞല്ല, a-b³ നമുക്കറിയാം, എന്ത് ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസും മൈനസും ഇട്ട് പോകുന്നു. ഓക്കെ, അതറിയാത്തതാണ്. a³ + b³ എന്താ, a³ + b³ അത് ഈക്വൽ ടു എന്താ, a+b × a² - ab + b² ആണ്. അത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മൈനസ് വരുന്ന കേസുണ്ട്, a³ - b³. അത് പറഞ്ഞാൽ എന്താ, a - b × a² + ab + b² ആണ്. ആ ഒരു കാര്യമാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ ഒരു ഒരു പിരമിഡ് ഉണ്ടല്ലോ, എങ്ങനെയാണ് അത് പോകുന്നത്. അതായത് നമുക്കിവിടെ ആകെ എന്തിനേ ചേഞ്ച് വരുന്നുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ 1 2 1 ആണ്, അതായത് അതിൻ്റെ കോഎഫിഷ്യൻസാണ് പറയുന്നത്. എങ്ങനെയാണ് 1 2 1 വന്നത്, അത് ഈ ഒരു പിരമിഡാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത്. ഇതെങ്ങനെയാണ് പോകുന്നത് അറിയോ, അതായത് നമ്മൾ 1 + 1 എന്താ, അത് സെൻറ്ററിൽ എഴുതുക. ഈ പിരമിഡ് വലുതാവുന്നതിനനുസരിച്ച് പുറത്തേക്ക് ഓരോ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് ഞാൻ 2 1 ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് 2 ആഡ് ചെയ്യുക, അതിവിടെ എഴുതുക. അതെത്ര വരും, 3 എന്ന് വരും. അടുത്ത ഇത് 2 ആഡ് ചെയ്യുക, അതിവിടെ എഴുതുക. അതെത്ര വരും, അതും 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പുറത്ത് 2 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, പിരമിഡിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ പിരമിഡാക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ, പിരമിഡാക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും, ഇത് 2 ആഡ് ചെയ്യുക, അപ്പോൾ എത്ര വരും, 4 വരും. ഇത് 2 ആഡ് ചെയ്യുക, എന്ത് വരും, 6 വരും. വീണ്ടും 4 വരും. ഓക്കെ, ഇതെന്താണെന്നുള്ള സാധനം ഇപ്പുറത്ത് നോക്ക്. അതായത് ഇത് a⁻0 ആണ് അല്ലേ, കാണിച്ചു തരാം. അത് ഫസ്റ്റ് ഇത് a⁻0, പിന്നെ a⁻1, പിന്നെ a² വരുമ്പോൾ ആ ടേം ഏതാ വരുന്നത് നോക്കുക. അതായത്
എ സ്ക്വയറിൻ്റെ കേസിൽ, അതായത് പവറിൽ 2 വരുന്ന സമയത്ത്, ഈ സ്ക്വയർ വരുന്ന സമയത്ത് എൻ്റെ കോഎഫിഷ്യൻറ്റ് 1, ആ 1 ആണിത്. അടുത്തത് എ ബീൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2, ആ 2 ആണിത്. ഇത് കണ്ടോ, സാധനം കണ്ടോ ഇങ്ങനെ. ഇനി ഇത് എ ക്യൂബിൻ്റെയാണ് നമ്മളിപ്പോൾ നേരത്തെ എഴുതിയതാ, ഇവിടെ കാണുന്ന എ ക്യൂബിൻ്റെ. അതെങ്ങനെയാണ് വന്നത്? 1 3 3 3. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്താൽ മതി, മനസ്സിൽ വെച്ചാൽ മതി. ബൈനോമിയൽ എക്സ്പാൻഷൻ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എന്താ ഇടുന്നത്, ആ എ അതായത് എ റേസ് ടു എൻ ബി റേസ് ടു 1 അങ്ങനെയാണ് പോകുന്നത്. പിന്നെ n-1 അങ്ങനെ എ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് വരുന്നു, ബി കൂടി പോകുന്നു. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ബി റേസ് ടു എന്നിലേക്ക് എത്തുന്നു. ആ ഒരു കാര്യമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഒരു കാര്യമാണ്. കൂടെ ഈ ഒരു എന്ത് പഠിക്കുക, ഈ ഒരു സാധനം എങ്ങനെയാണ് പോകുന്നത് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് 10th എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവറിൽ 10 ആയിട്ടുള്ളതിൻ്റെ മിഡിൽ വാല്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, മിഡിലുള്ള ടൈമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു രീതിയിലാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഉള്ള ഒരു കാര്യം ഇപ്പോൾ എന്താ, ഏതെങ്കിലും ഒരു സ്ക്വയർ ചെയ്യാനൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതിലേറെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മറ്റേത് എന്താ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, 100 - 1 ദ ഹോൾ സ്ക്വയർ ആക്കുന്നു. നമ്മുടെ മറ്റുള്ള എക്സ്പാൻഷൻ, ആ ഈ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലും ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷൻ, അതായത് ഫാക്ടറൈസേഷനാണ്. എക്സ്പാൻഷൻ അല്ല, ഫാക്ടറൈസേഷൻ. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് x² + 5x + 6 ആണുള്ളത് അല്ലേ. അപ്പോൾ a + b ab എന്ന് എഴുതുന്നത് 2 രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതായത് a + bനെ 5 ആയിട്ട് എടുക്കുന്നവരുണ്ട്, -5 ആയിട്ട് എടുക്കുന്നവരുണ്ട്. എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, അത് 6 തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളെ നിങ്ങൾ മൈനസ് കൂട്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ശരിക്കും കേൾക്കണേ, അതായത് മൈനസ് കൂട്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്ത് വരും, -5 എന്ന് വരും. അതായത് ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായി, 2 പേരെ ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണം, ഇൻറ്റു ചെയ്യുമ്പോൾ 6ഉം കിട്ടണം. ആ 2 നമ്പേഴ്സ് നമുക്ക് ഏതാ ആഡ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ അത് -2 ആൻഡ് -3 ആയിരിക്കണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ -5 വരുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6ഉം വരുന്നുണ്ട് അല്ലേ. ആ -2 എന്ത് ചെയ്തു, ക്യാൻസലായി പോകും, 6ഉം വരുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ 2 നമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 ഫാക്ടറൈസേഷൻ്റെ 2 നമ്പേഴ്സ് ആരാണോ അയാൾ എവിടെ ഇട്ടെടുത്താൽ മതി, x- എന്ന് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. x- എന്താണോ കിട്ടിയത്, -2 ആവും. അപ്പോൾ ഇതെന്താവും, x+ ആയിരിക്കും. പിന്നെ x- എന്താണ് കിട്ടിയത്, -3. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതും +ആയി മാറും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കേണ്ടത് എവിടെയാണ്, x- ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മൈനസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അതാണ് പറഞ്ഞത്, ഇവിടെ x² കഴിഞ്ഞ്, അതായത് ax² + bx + c അതിൽ ബിയിനെ -b ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് x- ഇനി ഇതൊക്കെ പോട്ടെ, നമ്മളിവിടെ ആദ്യം തന്നെ എടുത്തത് 5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, a + b എന്ന് പറയുന്നത് ഇവിടെ എന്താണോ വന്നിട്ടുള്ള അയാളെ തന്നെ എടുത്തു 5, ab എന്ന് പറയുന്നത് 6 ആയിട്ട് എടുത്തു. അപ്പോൾ 2 പേരെ ആഡ് ചെയ്താൽ 5ഉം കിട്ടണം, ഇൻറ്റു ചെയ്താൽ 6ഉം കിട്ടും. അപ്പോൾ 2 3 എന്ന് കിട്ടും. അത് നേരെ എഴുതിയാൽ മതി, എന്ത് x+ ആയിട്ട് തന്നെ എഴുതണം, x+2ഉം x+3ഉം ഇങ്ങനെ വരും. ഓക്കെ, നോർമൽ ഫോം എന്താ, x- നമുക്ക് കിട്ടുന്ന റൂട്ട് ഇൻറ്റു x- എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ അത് 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതിനനുസരിച്ച് എന്താണോ നമ്മൾ പഠിച്ചു വെച്ചത് ആ ഒരു രീതിയിലേക്ക് അതിനെ എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. സോറി, അടുത്തിലേക്ക് പോവാം. അടുത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ, ax² + bx + c ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, -b ± √(-)
ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a അല്ലേ. ഇതിൽ നമ്മൾ ഈ ബി സ്ക്വയർ മൈനസ് 4ac മാത്രം എടുത്ത് ചെയ്യും. അതിനെന്താ പറയുക, അത് ഡിസ്ക്രിമെൻ്റ് ആണല്ലോ. എന്താണ് ഡിസ്ക്രിമെൻ്റ് ആണ്, എന്താണ് ഡിസ്ക്രിമെൻ്റ് ആണ്. ബി സ്ക്വയർ മൈനസ് 4ac മാത്രം നമ്മൾ എടുത്ത് ചെയ്ത് നോക്കും. എന്തിനാ, ഏത് തരത്തിലുള്ള റൂട്ടുകളാണ് നമുക്കുള്ളത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് തരത്തിലുള്ള റൂട്ടുകളാണ്. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ കിട്ടിയ എന്താ, ഡി ലെസ് ദാൻ കിട്ടിയ എന്താ, ഡി ഈക്വൽ ടു ഒക്കെ എന്താണ്, ഡി ലെസ് ദാൻ 0 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 2 ഡിസ്റ്റിങ് റിയൽ റൂട്ട് ഉണ്ട്. ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് കിട്ടിയ 2 റൂട്ടും എന്താണ്, സെയിം ആണ് എന്നാണ്. ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ ഇമാജിനറി റൂട്ടാണ്, ഐ ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ഡസ് x² + 4x + k = 0 ഹാസ് ഈക്വൽ റൂട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ d = 0 എന്ന് ആദ്യം കൊടുക്കുന്നു. എന്നിട്ട് b² - 4ac കാണുന്നു. b² - 4ac ഇതിലാണ് കാണുന്നത്. അപ്പോൾ b എന്ന് പറയുന്നത് എത്ര വരും, 4 ആണ് വരുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നു, അത് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്ന ചെയ്യുന്നു. കാരണം നമുക്ക് അത് ഈക്വൽ റൂട്ട്സാണ് കിട്ടുന്നത്. ഈക്വൽ റൂട്ട്സ് കിട്ടുന്ന സമയത്ത് കെൻ്റെ വാല്യൂ 4 ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണ് അത് വരുന്നത്. അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം എക്സ്പോണൻസിൻ്റെ കേസാണ്. എക്സ്പോണൻറ്റിൻ്റെ കേസിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞുതരാം. കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാനാണ് a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. ഇനി മൈനസ് ആണെങ്കിൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n വന്നു കഴിഞ്ഞാൽ a⁻m - n ആണ്. ക്ലിയർ. ഇനി ഇൻറ്റു വരണമെങ്കിൽ ഡബിൾ പവർ ആയിട്ട് വന്നാൽ മതി. അതായത് a⁻m അതിനൊരു പവർ n വന്നു കഴിഞ്ഞാൽ എന്ത് വരും, a⁻mn എന്ന് വരും. ക്ലിയർ. പിന്നെ എനിത്തിങ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ഓഫ് ഒരു സാധനമാണെങ്കിൽ അതിന് 1/n എന്ന് പറഞ്ഞിട്ട് എഴുതാം. റെസിപ്രോക്കലിൽ -n ആണെങ്കിൽ, അതാണ് ഈ സാധനം, -n ആണെങ്കിൽ നമുക്ക് അതെങ്ങനെ എഴുതാം, -n ആണെങ്കിൽ നമുക്ക് 1/a⁻n എന്ന് എഴുതാം. 1/a⁻n എന്ന് എഴുതാം. ഇനി 1/n ആണ് റെസിപ്രോക്കൽ ഉണ്ടെങ്കിൽ അതെന്താ, അത് റൂട്ട് ഓഫ് ആണ്. എന്താണ് റൂട്ട് ഓഫ്, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ്, അല്ലെങ്കിൽ ഫോർത്ത് റൂട്ട് ഓഫ്, അങ്ങനെ നമ്മൾ എഴുതുന്നത്. a⁻1/n ആണെങ്കിൽ n√a എന്ന് എഴുതാം. n√a എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. അടുത്തത് അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ കേസിൽ ഇനി അടുത്ത് ലോഗരിതത്തിൻ്റെയും അതേപോലത്തെ എക്സ്പോണൻറ്റ് പറഞ്ഞു, ലോഗരിതം അതേപോലെ തന്നെ പറയുകയാണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. log mn to the base a എന്ന് പറയുന്നത് log m to the base a + log n to the base a ആണ്. ഇൻറ്റു വന്നു കഴിഞ്ഞാൽ 2 റൂട്ട് ഇതെടുത്ത് ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാലോ ഡിവൈഡർ ആണ്, അല്ലെങ്കിൽ log m/n to the base a ആണെങ്കിൽ log m to the base a - log n to the base a ആണ്. ഇനിയിപ്പോൾ mn അതായത് പവറിലാണ് വന്നെങ്കിലോ, പവറിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് പല ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യലുണ്ട്, റേസ് ടു ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ലോഗ് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ എന്ത് വരും, ഈ പറഞ്ഞ log m⁻n to the base a എന്ന് പറയുന്നത് ഈ ലോഗിൻ്റെ പവറുള്ള ആളെ താഴെ ഇറക്കി n log m to the base a ആണ്. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണ് അത് വരുന്നത്. അത് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കറിയണം, അതായത് log 100 to the base 10, അതായത് എന്താണ് log 100 to the base 10. 10 ഏത് പവർ വരുമ്പോഴാണ് 100 ആവുന്നത്, അത് 2 ആണ്. 1000ൻ്റെ കേസിൽ എന്താ വരുന്നത്, 10 ഏത് പവർ 3 ആണ് വരുമ്പോഴാണ്. ഇനി 8 log 8 to the base 2, 2ന് ഏത് പവർ വരുമ്പോഴാണ് 8 കിട്ടുന്നത്, അല്ലേ? അതല്ല അതിന് മീനിങ്. 2ന് ഏത് പവർ വരുമ്പോഴാണ് 2 എന്ത് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്, അതെന്താണ്, അത് 3 ആണ്. അതിന് ആൻസർ എന്ത് വരുന്നു, 3 എന്ന് വരുന്നു. ഓക്കെ, ക്ലിയർ. അടുത്തത് അതുപോലെ തന്നെ മറ്റൊരു ഇതാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് പോയിൻ്റാണ് വന്നതെങ്കിൽ -3 എങ്ങനെ വരുന്നത്, ഇത് ഇപ്പോൾ എന്ത് വരും, log 0.001 to the base 10 ആണെങ്കിൽ എന്ത് വരും, 10⁻³ ആണ്. അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, ഈ രീതിയിലും വരാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും, അല്ലേ?
നമുക്ക് എന്തുണ്ടാവും, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. നമ്മളതിനെ ഡി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക, ഡി. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഡി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. എ എൻ എന്ന് പറയുന്നത് nth ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ a+n-1d ചെയ്താൽ മതി. a+n-1d ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ 10th ടേം, ഫൈൻഡ് ദ 10th ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ളത് എന്താ, 3, 7, 11 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. എങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കൊടുക്കുക, a10 അല്ലെങ്കിൽ a10th പൊസിഷനിലുള്ള ആളാരാ, 3 + 4 എന്ത് വരും, 10 അല്ലേ, n-1. അപ്പോൾ എന്ത് വരും, 10-1 എന്ന് പറയുന്നത് അത് 9 വരും, × 4 എന്ന് വരും. അപ്പോൾ എന്ത് വരും, 39 എന്ന് ആൻസർ കിട്ടും. 10th പൊസിഷനിലുള്ള 39 ആണ്. ഇനി സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ എന്താ, സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ എന്താ, Sn എന്ന് പറയുന്നത് n/2 × 2a + n-1d ആണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. Sn എന്ന് പറയുന്നത് n/2 × 2a + n-1d ആണ്. ഓക്കെ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തറിയുന്നത് എന്താണ്, ജോമെട്രിക് പ്രോഗ്രഷന് നമ്മൾ എന്താ പഠിച്ചത്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഒരു കോമൺ റേഷ്യോ ഉണ്ടാവും. എന്താണ്, 6 എന്ന് നമ്മളതിനെ വിളിച്ചത്, ഒരു കോമൺ റേഷ്യോ. അതായത് 2 കഴിഞ്ഞ് 4 കിട്ടി. അപ്പോൾ 2 എന്ത് ചെയ്താൽ 2 × 2 ചെയ്തത്, വീണ്ടും 4 × 2 ചെയ്തത്, വീണ്ടും 8 × 2 ചെയ്തത്. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് nth ടേം എങ്ങനെ കണ്ടുപിടിക്കും, Tn എന്ന് പറയുന്നത് AR, അതായത് AR⁻n-1 ആണ്, AR⁻n-1 ആണ്. ഓക്കെ, ക്ലിയർ. ഇനി nth ടേമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ സം ഓഫ് n ടേംസ് അല്ലെങ്കിൽ സം ഓഫ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ്റെ സം എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്ക്. സമ്മിൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, ഇനി അതിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണിത്. അത് കഴിഞ്ഞ് നമുക്ക് അറിയേണ്ട മറ്റൊരു പ്രോഗ്രഷനാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്താ, അതായത് റെസിപ്രോക്കൽ ഓഫ് അരിത്തമാറ്റിക് ആണ്. എന്താണ്, റെസിപ്രോക്കൽ ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷനാണ് എന്ന് പറയുന്നത് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇനി നമ്മൾ പഠിക്കുന്ന ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ, അതാണ് തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ നമ്മൾ നോക്കിയിട്ടുള്ള ജനറലായിട്ട് ചോദിക്കുന്ന n-ന് 1, 2, 3, 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതാണ് ഇങ്ങനെ വരുന്നത്. ഈ n-r എങ്ങോട്ട് എത്തും, 0ലേക്ക് എത്തും. ഇതെങ്ങോട്ടെത്തും, n-ലേക്ക് എത്തും. മനസ്സിലായോ? അടുത്തത് പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചതാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ NPR എന്ന് പറഞ്ഞാൽ n⁻⁴ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ആണ്. n⁻⁴ ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അറേഞ്ച് 3 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രം 5 ലെറ്റേഴ്സ്. 5 ലെറ്ററിൽ നിന്ന് 3 ലെറ്ററിന് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 5p3 ആണ്. അത് പറഞ്ഞാൽ എന്താ, 5 ഡിവൈഡഡ് ബൈ n-r. അപ്പോൾ എത്ര വരും, n-r ചെയ്യുമ്പോൾ എന്ത് വരും, n-r ചെയ്യുമ്പോൾ 5 - 3 അല്ലേ, 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിങ്ങനെയാണ് ചെയ്യാം. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, 2 × 1 കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. അടുത്തത് കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ്റെ ഫോർമുലയാണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-1 r ഫാക്ടോറിയൽ ആണ്. NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് 3 സ്റ്റുഡൻസ് ഫ്രം 5. അപ്പോൾ എന്താ വരും, 5C3 എന്ന് വരും. 5C3. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, 6 ആണത്. ഇനി എന്ത് വരും, 5 - 3 അതായത് n-r എന്ത് വരും, 2 ഫാക്ടോറിയൽ. ഇങ്ങനെ ചെയ്യുക, അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും.
അടുത്തത് ഇനിയിപ്പോൾ ഈ പെർമ്യൂട്ടേഷനും അതുപോലെ തന്നെ കോമ്പിനേഷനായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? NPR എന്ന് പറഞ്ഞാൽ NCR ഇൻറ്റു ആറാണ്. NCR ഇൻറ്റു ആറാണ്. ഇനി അവിടെ മറ്റൊരു കാര്യം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാഡ്രൻ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ജിയോമെട്രിയിൽ 4 ക്വാഡ്രൻ്റ് ഉണ്ട്, കുറേ ക്വാഡ്രൻ്റ് ഉണ്ട്, 4 ക്വാഡ്രൻ്റ് ഉണ്ട്. പ്ലസ് ഇവിടെ, അതായത് ഇവിടെ എന്താ എക്സ് ആക്സിസിൽ എക്സ് പ്ലസ് ആണ്, വൈ പ്ലസ് ആണ്, എക്സ് പ്ലസ് വൈ പ്ലസ്. ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് മൈനസ് ആണ്, വൈ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഇവിടെ രണ്ടും മൈനസ് ആണ്, ഇവിടെ പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം ക്വാഡ്രൻ്റ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്, ഇങ്ങനെ കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ചോദിക്കുക, അതായത് ഒരു പോയിൻ്റ് തന്നിട്ട് അത് ഏത് ക്വാഡ്രൻ്റിൽ ലൈസ് ചെയ്യുന്നതാണെങ്കിൽ ഏത് ക്വാഡ്രൻ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ -3 5 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ആയതും 5 പ്ലസ് ആയതും അത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ അത് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അടുത്തത് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ്. ഡിസ്റ്റൻസ് 2 പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ് x2 - x1 the whole square plus y2 - y1 the whole square ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 - x1 the whole square plus y2 - y1 the whole square ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമുക്ക് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. x2 - x1 എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? x2 ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? 3 ആണ്. 3 - 0 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് എന്ന് വരും 4 - 0, അതും 4 ആണ്, 4 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 25 എന്ന് വരും. അതെന്താണ്? അത് 5 ആണ്. അടുത്തത് മിഡ് പോയിൻറ്റ് ഫോർമുലയാണ്. മിഡ് പോയിൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് എന്താ? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അതാണ് എന്ത് പറയുന്നത്? മിഡ് പോയിൻറ്റ് ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് മിഡ് പോയിൻറ്റ് ഫോർമുല എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ 2 പോയിൻ്റ് തന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? x1ഉം x2ഉം കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ y1ഉം y2ഉം കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അടുത്തത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല എന്താ? പോയിൻറ്റ് ഡിവൈഡിങ് ദി ലൈൻ ഇൻറ്റേർണലി. അതിനൊരു റേഷ്യോ ഉണ്ടാവും, m/n എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് 1. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കണം. ഓക്കെ. അടുത്തത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. m എന്ന് പറയുന്നത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. m എന്ന് പറയുന്നത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ലൈനിന് സ്ലോപ്പ് ഉണ്ടോ? അത് 0 ആണ്. ഇനി വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ വെർട്ടിക്കൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ. ഇനി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. y = mx + c ആണ്. ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് y = mx + c ആണ്. y = mx + c. ഈ സി എന്താ? y ഇൻ്റർസെപ്റ്റിനെയാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, y ഇൻ്റർസെപ്റ്റിനെയാണ് സി എന്ന് പറയുന്നത്. അടുത്തത് പോയിൻറ്റ് സ്ലോപ്പ് ഫോം. അധിക നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. y - y1 = m × x - x1. എന്നിട്ട് നമുക്കതിൽ നിന്ന് ആദ്യം m കണ്ടുപിടിക്കും, അതിനുശേഷം നമ്മൾ ആ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 പോയിൻറ്റ് ഫോം ആണെങ്കിൽ നമ്മളിവിടെ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടെത്തുന്ന പല രീതികളാണ്. പോയിൻറ്റ് സ്ലോപ്പ് ഫോം ഉണ്ട്, അതുപോലെ തന്നെ 2 പോയിൻറ്റ് ഫോം ഉണ്ട്. ഓക്കെ. അതാണെങ്കിൽ എങ്ങനെ വരും? y - y1 ഡിവൈഡഡ് ബൈ y2 - y1 = x - x1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ് 2 പോയിൻറ്റ് ഫോം എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആണ് അടുത്ത് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, അത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2. m1 m2 എന്താ? സ്ലോപ്പാണ്. 2 ലൈനിൻ്റെയും സ്ലോപ്പാണ്. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് m1 m2 സെയിം ആണ്. m1 m2 സ്ലോപ്പാണ്. അത് എപ്പോഴാണ് സെയിം ആവുന്നത്? m1 m2 സെയിം ആവുക എന്ന് പറഞ്ഞാൽ അത് പാരലൽ ആണെങ്കിലാണ്. 2 ലൈൻ പാരലൽ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പ് എന്തായിരിക്കും?
ഈക്വൽ ആയിരിക്കും. ഇനിയിപ്പോൾ 2 ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു y ഈക്വൽ ടു 2x + 3 എന്നാണ് ചോദ്യം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു, m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആകെ ഒരു ഇക്വേഷനാണ് y ഈക്വൽ ടു 2x + 3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചോളൂ. ഈ ഒരു ഇക്വേഷൻ്റെ m എന്ന് പറയുന്നത് എന്താ, mx + c ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് എന്താ, 2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് 2 ആണ്. നമുക്കറിയാം m1 എന്ന്, ഇതിനിപ്പോൾ m1 ആയിട്ട് എടുക്കുക. m1 ഇൻറ്റു m2 എന്ന് പറയുമ്പോൾ നമുക്ക് -1 കിട്ടണം. അതായത് 2 ഇൻറ്റു m2 എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ m2 എന്ന് പറയുന്നത് -1/2 അല്ലേ. m2 എന്ന് പറയുന്നത് -1/2 ആണ് അല്ലേ. അപ്പോൾ m2 ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ആണ് അടുത്തത്. ഇപ്പോൾ 2 ലൈൻ ഇക്വേഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x + y = 5 x - y = 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ y = 2 എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് 3,2 ആണ്. എക്സും വൈയും അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ഇക്വേഷൻ ഓഫ് സർക്കിളാണ്. ഇക്വേഷൻ ഓഫ് ലൈൻ കഴിഞ്ഞ് ഇക്വേഷൻ ഓഫ് സർക്കിളാണ്. സർക്കിളിൻ്റെ ഒരു ഇക്വേഷനാണ് എന്ത്, x - h² + y - k² = r². r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇങ്ങനെ h ഉം k എന്ന് പറയുന്നത് h, k എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. എന്താണ്, x - h² + y - k² = r² ആണ് സ്റ്റാൻഡേർഡ് ഫോം. എന്തിൻ്റെ, സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ജനറൽ ഫോമായിട്ട് നമ്മൾ പറയുന്നത് എന്താ, x² + y² + 2gx + 2fy + c എന്താണ്, 0. അതായത് x² + y², വലിയൊരു ഇക്വേഷനാണ്, y² + 2gx + 2fy + c = 0. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. അതിലങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ √g² + f² - c ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവും. ഓക്കെ, ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സെൻറ്ററും കണ്ടുപിടിക്കണം, റേഡിയസും കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലാക്കുക. ഇവിടെ ജനറൽ ഫോമിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 2gx ആണ്. എന്താണ്, 2gx ആണ്. അങ്ങനെയാണെങ്കിൽ 2gxൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്, -4x ആണുള്ളത്. മറ്റേ സ്ഥാനത്തിൻ്റെ പേര് ഇതെന്താ, 2fy ആണ് അല്ലേ. അവിടെ എന്താണ് 2fy എന്ന് പറയുന്നത് എന്താ, അവിടെ ആ സ്ഥാനത്ത് എന്താ ഉള്ളത്, 6y ആണ്. ഇങ്ങനെ 2gx എന്ന് പറയുന്നത് -4x ആണെങ്കിൽ ഇതിന് 2g എന്ന് പറയുന്നത് -4 ആണെന്നും, അങ്ങനെയാണെങ്കിൽ g എന്ന് പറഞ്ഞാൽ -2 ആണെന്നും കിട്ടും. ഇവിടെ 2fy എന്ന് പറഞ്ഞാൽ ഇവിടെ 2f എന്ന് പറയുന്നത് 6 ആണെന്നും f = 3 ആണെന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ -g, -f എന്ന് പറയുന്നത് 2, -3 അല്ലേ. 2, -3 അതാണ് സെൻറ്റർ. ഇനി നമുക്ക് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ g² ചെയ്യണം. അപ്പോൾ 2² ആണ് നമ്മൾ ചെയ്യണം. ഓക്കെ, 2² എന്ന് പറഞ്ഞാൽ 2² + -3 ഈ എന്ത് വരും, 3² -c ആയിരുന്നു നമുക്ക് അല്ലേ. -c ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ c എന്താ, ഇവിടുത്തെ c എന്ന് പറയുന്നത് -12. അപ്പോൾ -12 എന്ന് വരും. -12 വിച്ച് ഈസ് +12. അപ്പോൾ 4ഉം 9ഉം 12ഉം 25 വരും. 5. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, സെൻറ്ററും റേഡിയസും വരുന്നത്. അപ്പോൾ x² + y² + 2gx + 2fy + c = 0 ആണ്. അതിൽ സെൻറ്റർ എന്ന് പറയുന്നത് -g, -f ആണ്. ഇനി റേഡിയസ് എന്ന് പറയുന്നത് √g² + f² - c ആണ്. ഓക്കെ, ഇനി പേസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. അതിൻ്റെ ഇക്വേഷനാണ്
അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഓരോരോ ഷേപ്പുകളാണ്. പരാബോളയാണെങ്കിൽ എങ്ങനെ വരിക? y² + 4ax ആയിരിക്കും. എന്താണ് പരാബോളേൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ y² + 4ax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു പരാബോളയാണെന്ന് മനസ്സിലാക്കണം. ഇനി x² / a² + y² / b² = 1 എന്ന് കണ്ടാൽ അതെന്താ മനസ്സിലാക്കണം? അത് എലിപ്സാണ്. എന്താണ്? എലിപ്സാണ്. ഇതെന്താണ്? ഇത് എലിപ്സാണ്. ഇതേ ഇക്വേഷനിൽ സെൻട്രലത്തെ പ്ലസ്സും മൈനസും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതെന്താവും? അത് ഹൈപ്പർബോളയാവും. അതായത് പ്ലസ് ഉള്ള സ്ഥാനത്ത് മൈനസ് ആണെങ്കിൽ അത് ഹൈപ്പർബോളയാവും. ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ അതാ x² / a². പ്ലസ്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? മൈനസ് ആണ്. y² / b² = 1 എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് ഹൈപ്പർബോളേൻ്റെ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ തന്നിട്ട് x² / 16 + y² / 9 = 1 ആണെങ്കിൽ ഇത് പറയുന്നത് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏത് കർവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് എലിപ്സാണ്. എലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കർവാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പ്ലസ്സിന് വരെ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ അതെന്താണ്? അത് ഹൈപ്പർബോളയായിരുന്നു. അങ്ങനെയാണെങ്കിൽ y = 4ax എന്ന് പറയുന്നത് പാരാബോളയുടെ ഇക്വേഷനാണ്. വല്ലതും മാറിപ്പോരുത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജിയോമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ ഓരോന്നും ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. xy അത് ഷിഫ്റ്റ് ചെയ്തത് hkയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് വരും? x + h, y + k ആവും. അത്രയേ ഉള്ളൂ. അതിൽ തന്നെ സ്കെയിലിങ്ങും റൊട്ടേഷനൊക്കെ ഉണ്ട്. അത് നോക്കാം. ഒരു ട്രാൻസ്ലേറ്റഡ് ബൈ ഇപ്പോൾ 2,3 എന്ന് പറയുന്നത് 2,3 ട്രാൻസ്ലേറ്റഡ് ടു 2,3 എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റഡ് ടു 4,5. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ അറിയോ? 2 + 4 എന്ന് പറയുന്നത് 6,8. 5 + 3 എന്താണോ അതാണ് അതിൻ്റെ ഇതായിട്ട് മാറാം, ട്രാൻസ്ലേറ്റ് ആയി മാറാം. ഓക്കെ, അടുത്ത റൊട്ടേഷനാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ബൈ ആംഗിൾ തീറ്റ ഒറിജിനൽ സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് x' = x cos θ - y sin θ, y' = x sin θ + y cos θ. സ്പെഷ്യൽ കേസ് 90 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. x, y ആണെങ്കിൽ 90 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? -y, x ആവും വരിക. അതിനൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി അതിൽ തന്നെ സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് ചെയ്യുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യുക. ഇപ്പോൾ സ്കെയിലിംഗ് ഫാക്ടർ k ആണെങ്കിൽ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് k ആണ്. നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് എക്സിനെയും വൈനെയാണ്. അപ്പോൾ സ്കെയിലിംഗ് ഫാക്ടർ k ആണെങ്കിൽ എന്ത് വരും? kx + ky എന്ന് വരും. kx + ky വരും. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തത്. 2,4 ഉണ്ട്. സ്കെയിലിംഗ് ഫാക്ടർ 3 ആണ്. അപ്പോൾ 2 × 3 6 വരും. 4 × 3 12 വരും. ഓക്കെ, അടുത്തത് ട്രിഗ്നോമെട്രിക് റേഷ്യൂസ് ആണ്. ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്കറിയാം, ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സൈഡ്സ്, ആംഗിൾസ്, റേഷ്യൂസ് ഇതൊക്കെ തമ്മിൽ ഓരോ റിലേഷൻ ഉണ്ട്. പല സൈസ് പല പോലത്തെ ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ ഈ ട്രയാങ്കിൾ റേഷ്യൂസ് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ അധിക പ്രോപ്പർട്ടിയും പ്രത്യേകതയും നമ്മൾ പഠിച്ചതും വരുന്നത് ഏതിലാണ്? റൈറ്റ് ട്രയാങ്കിളിലാണ്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഈ ഒരു ആംഗിളിനെ തീറ്റ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത സൈഡിനെയാണ് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിനാണ് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. അതിൻ്റെ രണ്ടുമല്ലാത്ത ആ തേർഡ് സൈഡിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും. റൂട്ട് എടുത്തു കഴിഞ്ഞാലാണ് ഹൈപ്പോട്ടന്യൂസ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്താണെന്ന് പറയാൻ പറ്റുമോ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോ ബൈ ഹൈപ്പോ ആണ്. എന്താണ് ഓപ്പോ ബൈ ഹൈപ്പോ? എന്താണ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. അതായത് സൈൻ ബൈ കോസ് ആണ് ടാൻ. എന്താണ്? സൈൻ ബൈ കോസ് ആണ് ടാൻ. ആ കാര്യമാണ് അവിടെ വരുന്നത്. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ്. ഓക്കെ, ഇനി അതിൻ്റെയൊക്കെ ഇൻവേഴ്സ്, അതിന് മുന്നേ അതിൻ്റെ ജസ്റ്റ് ഫിഗേഴ്സ് വേണമെങ്കിൽ ഒന്ന് കാണാം. അതായത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കൺസിഡർ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, അഡ്ജസൻറ്റ് ഉണ്ട്. ഓക്കെ,
ഇനി ഇതും അതിൽ തന്നെയാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനി ഇവിടെ നോക്ക്, ഇപ്പം ഇങ്ങനെ എടുത്തു. നമ്മൾ നേരത്തെ എടുത്തതിന് പകരം ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് അഡ്ജസൻ്റ് എന്ന് പറയുന്നതിന് പകരം ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഒരു സൈഡ്, ഈ സൈഡ് A ആണ്, ഈ സൈഡ് B ആണ്, ഈ സൈഡ് എന്താണ് C ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്താ, കോസ് എ എന്താ, ടാൻ എ എന്താ, സൈൻ എ ബൈ കോസ് എ ആണ് ടാൻ എ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, വീണ്ടും വരാം. റെസിപ്രോക്കൽ റേഷ്യൂസ് ആണ് പറയുന്നത്. അതായത് സൈൻ തീറ്റ എന്താണെന്ന് അറിയാം. 1/sin തീറ്റ എന്ന് പറയുന്നത് കൊസീക്കാണ്, കൊസീക്ക് തീറ്റയാണ്. 1/sin തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, കൊസീക്ക് തീറ്റയാണ്. ഇനി 1/cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1/cos തീറ്റ എന്ന് പറഞ്ഞാൽ അത് സീക്ക് തീറ്റയാണ്. എന്താണ് സീക്ക് തീറ്റ. ഇനി 1/tan തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1/tan തീറ്റ എന്ന് പറയുന്നത് കോഡ് തീറ്റയാണ്. എന്താണ്, കോഡ് തീറ്റയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂസ്, ഈ വാല്യൂസ് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കേണ്ട വാല്യൂസാണ്. സൈന്, കോസ്, ടാനിൻ്റെ അത് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് ഒറ്റ മുകളിലുള്ള സൈനിൻ്റെ ഇതിൽ വരുന്ന കാര്യം മാത്രം പഠിക്കുക. അതായത് 0, 1/2, 1/√2, √3/2, 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം മാത്രം പഠിക്കുക. എന്താ പഠിക്കേണ്ടത്, 0, 1/2, 1/√2, √3/2, 1. ഈ ഒരു സാധനം മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. എന്ത്, 0, 1/2, 1/√2, √3/2, 1. ഇനി നമ്മളെ ബോധത്തിൽ ഉണ്ടാവേണ്ട സാധനമാണ് ഇത് 0. ഇത് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഡിഗ്രീസ്, റേഷ്യൂസ് അല്ല ഡിഗ്രീസ്. 30 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ് എഴുതുന്നത്. അതിന് മുന്നേ ഒരു 45 ഡിഗ്രീൻ്റെ കാര്യം നമ്മൾ നോക്കലുണ്ട്. 45 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് 60 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഈ ഒരു സാധനം മൈൻഡിൽ ഉണ്ടായാൽ മതി. അതായത് നമ്മൾ നമ്മുടെ കൈയിൻ്റെ വിരലിൽ ഇങ്ങനെ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് എന്ന് വരുന്നത് 0 ഡിഗ്രിയിൽ തുടങ്ങി, ഓക്കെ 5, ഓക്കെ 0 ഡിഗ്രി തുടങ്ങി 30, 45, 60, 90 ഇങ്ങനെ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇത്ര കാര്യമുള്ളൂ. 0, 1/√2, 0, 1/2, 1/√2, √3/2, 1. ഇനി ഇത് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഈ ഒരു സാധനം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ള, സൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. സൈനിന് വേണ്ടിയിട്ടുള്ള ഇതേ സാധനത്തിനെ തിരിച്ചാൽ, അതായത് 0, 1/2, 1/√2, √3/2 എന്ന് പറഞ്ഞത്, അതായത് 0, 1/2, 1/√2, √3/2, 1 എന്ന് പഠിച്ച സാധനത്തിനെ തിരിച്ച് പഠിച്ചാൽ 1, √3/2, 1/√2, 1/2, 0. അതായത് ഇവിടെയുള്ള സാധനത്തിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതെന്തായി, കോസിൻ്റെതായി. അല്ലേ നോക്ക്, കോസ് എന്ന് പറയുന്നത് ഇതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് എഴുതുന്നതാണ് കോസിൻ്റെ വാല്യൂസ്. അതായത് cos 30, cos 45, cos 60, cos 90 എന്ന് പറയുന്നത്. ഇനി ടാനിൻ്റെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് സൈൻ ബൈ കോസ് ആണ് എന്ത്, ടാൻ എന്ന് പറയുന്നത്. സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യാനും സുഖമാണ്. താഴെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഓക്കെ, രണ്ട് സ്ഥലത്തും എന്താണ് 2 ആണ്. അപ്പോൾ എന്ത് വരും, 1/√3. എന്ത് വരും, 1/√3, 1/√3. ഇവിടെ 0/1 എന്ന് പറയുന്നത് 0 ആയിട്ട് വരും കേട്ടോ. 1/√3 എന്ന് വരും. ഇനി ഇവിടെ നോക്ക്, ഇവിടെ താഴെയും √2 ആണ്, ഇവിടെയും √2 ആണ്. ഇവിടെ എന്താണ് √2 ആണ്, ഇവിടെയും √3. നമുക്കറിയാം ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടത്തെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ 2 ആണ്, ഇവിടെയും 2 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, √3/1. അതെന്താണ്, √3 ആണ്. ഇനി ഇവിടെ എന്ത് വരും, ഇവിടെ 1 ആണ്, താഴെ 0 ആണ്. 1/0 അതെന്ത് വരും, ഇൻഫിനിറ്റി അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ്. എന്താണ്, അൺഡിഫൈൻഡ് ആണ്, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 1/0 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയത്, 1/0 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയത്? ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജ് ആയിട്ട് പറയാം. അതായത് എന്തെങ്കിലും ഉള്ളൊരു സാധനത്തെ നമ്മൾ അതായത് എന്താണ്, ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ ഒരു സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടണം. ഇപ്പോൾ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താ, 2 ആണ്. ഓക്കെ, ഇവിടെ 1 ഡിവൈഡഡ് ബൈ 0, എന്തെങ്കിലും ഒരു സാധനത്തിന് 0 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ അതിനൊരു ഉത്തരമില്ല എന്ന് പറയാൻ കാരണം ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സ് എന്താ, അതായത് 2 × 5 ചെയ്താൽ 10 കിട്ടണം. അതാണ് 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2. 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടുന്നുണ്ടെങ്കിൽ ഈ 2നെ
10 എന്താണോ ഹരിച്ചത് ആ ഹരിച്ച സാധനം കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 കിട്ടണം. അതായത് 10 5 കൊണ്ട് ഹരിച്ചപ്പോൾ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2 കിട്ടി എന്ന് പറഞ്ഞാൽ 10 ഹരിച്ച സാധനത്തിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് അപ്പോൾ 2 × 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 10 കിട്ടണം. അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ, അതായത് ഈ അൺഡിഫൈൻഡിൻ്റെ ഭാഗത്ത് നമുക്കൊരു എക്സ് ആണ് അതിൻ്റെ ഉത്തരം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 0 ചെയ്യുമ്പോൾ 1 കിട്ടണം. അതായത് ഏതോ ഒരാളെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 കിട്ടണം എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താലും 0 ആണ്. അപ്പോൾ അറിയാത്ത ഒരു സാധനത്തിന് ഇപ്പോൾ 1 2 ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പർ റിയൽ നമ്പേഴ്സ് ഏത് സാധനം വേണമെങ്കിൽ വരാം. അങ്ങനെ ഒരു നമ്പറിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ടാണ് ഈ എക്സ് എന്ന് പറയുന്ന സാധനം എന്തായി? അൺഡിഫൈൻഡ് ആയത്. ഓക്കെ, അൺഡിഫൈൻഡ് ആയത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നാളൂ. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിൽ ഈ ഫസ്റ്റത്തെ കാര്യം മാത്രം പഠിക്കുക. 0 1/2 1/√2 √3/2 1 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റീസ് ഏതാ? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അതിനൊപ്പം തന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. അടുത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ പറയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. 1 + ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. എന്താണ്? 1 + ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. ഇനി 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ? കൊസീക്ക് സ്ക്വയർ തീറ്റയാണ്. സീ സ്ക്വയർ തീറ്റയ്ക്കും കൊസീക്ക് സ്ക്വയർ തീറ്റയ്ക്കുള്ള എക്സ്പാൻഷനാണ്. ഒന്ന് 1 + ടാൻ സ്ക്വയർ തീറ്റ, അത് സീ സ്ക്വയർ തീറ്റേൻ്റെ എക്സ്പാൻഷനാണ്. ഇനി കൊസീക്ക് സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1 + കോട്ട് സ്ക്വയർ തീറ്റേൻ്റെ എക്സ്പാൻഷനാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, ഇതാ ടേബിൾ ഒന്നും കൂടി കാണിച്ചു എന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് 3/5 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആ ഇക്വേഷനിലിട്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3/5ൻ്റെ സ്ക്വയർ എടുക്കുക, കോസ് സ്ക്വയർ എടുക്കുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 9/25 + കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1ൽ നിന്ന് 9/25 മൈനസ് ചെയ്യുമ്പോൾ 16/16 എന്ത് വരും? 25 വരും. അത് കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എന്ത് വരും? 4/5 എന്ന് വരും. ഇനി കോംപ്ലിമെൻ്ററി ആംഗിൾസ്, ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. അതായത് സൈൻ 90 - തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയ്ക്ക് എന്താണ്? ഈക്വലാണ്. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സൈൻ 60 എന്ന് പറഞ്ഞാലും കോസ് 30 എന്ന് പറഞ്ഞാലും ഈക്വലാണ്. സൈൻ 60യും കോസ് 30യും ഈക്വലാണ്. ഇതെങ്ങനെ ഈക്വലായത്? ഇപ്പോൾ ഈ പറഞ്ഞ സൈൻ 60 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തോ കോസിൻ്റെ എന്തോ ഒരു സാധനത്തിൽ നിന്ന് 90യിൽ നിന്ന് ഈ സാധനം എന്ത് ചെയ്തതാണ്? കുറച്ചതാണ്. 90 ഡിഗ്രി കുറയ്ക്കണം 60 ഡിഗ്രി. സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൽ നിന്ന് 90 മൈനസ് ഇവിടെ എടുത്ത സൈനിൻ്റെ തീറ്റ ഏതാണോ അതേ തീറ്റ കുറച്ചതാണ്. അതെന്താണ്? അത് കോസ് 30 ആണ്. ഇത് രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്ക്, സൈൻ 60ൻ്റെ വാല്യൂ എന്താ? √3/2. എങ്ങനെ കിട്ടിയത്? നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ? സൈൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ആംഗിൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ ഓർത്ത ആംഗിൾ ഏതൊക്കെയാണ്? 0 ഉണ്ട്, 30 ഉണ്ട്, 45 ഉണ്ട്, 60. അതായത് നാലാമത് പഠിച്ച സാധനം ഏതാ? 0 1/√2 1/2 1/√2 √3/2 അതിൽ നിന്ന് കിട്ടണം ഈ പറഞ്ഞ ഈ പൊസിഷനിലുള്ള ആളാരാ? √3/2. ഈ സാധനം ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ കോസിനുണ്ട്. കോസ് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. ടാൻ 90 - തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോട്ട് തീറ്റയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പം തന്നെയുള്ള എക്സ്പാൻഷനാണ് സൈൻ A + B എന്ന് പറഞ്ഞാൽ സൈൻ A cos B + cos A sin B ആണ്. cos A + B എന്ന് പറഞ്ഞാൽ cos A cos B - sin A sin B ആണ്. ഇനി സൈൻ A + B പോലെ തന്നെ സൈൻ A - B ഉണ്ട്. അതെന്താണ്? ആൾട്ടർനേറ്റ് ആയിട്ട് ആദ്യം സൈൻ A cos B, പിന്നെ എന്ത് വരും? cos A sin B. എന്നാൽ കോസിൻ്റെ കാര്യത്തിൽ എന്താ? ആദ്യം കോസിൻ്റെ എല്ലാതും കഴിഞ്ഞതിന് ശേഷമേ സൈനിൻ്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതായത് കോസ് A + B ആണെങ്കിലും കോസ് A - B ആണെങ്കിലും cos A cos B ഇനി പ്ലസ് ആണോ മൈനസ് ആണോ അതിനനുസരിച്ച് കാര്യം വരും. ഓക്കെ, സൈൻ A sin B ആണ്. ഓക്കെ, ക്ലിയർ. ഇനി ടാൻ A + B ഈക്വൽ ടു എന്താണ്? ടാൻ A + B എന്ന് പറയുന്നത്
tan a plus tan b divided by 1 minus tan a tan b. Tan a plus tan b 1 minus tan a tan b ആണ്. ഇങ്ങനെ സൈൻ 45 ഡിഗ്രി പ്ലസ് സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 90 ആണ്. അത് എത്രയാണ് 1 ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ഇക്വേഷൻസ് ആണ് സൈൻ 2 തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാലേ അതേപോലെ തന്നെ ഉള്ള സാധനമാണ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അത് കോസ് 2 തീറ്റയാണ്. കോസ് 2 തീറ്റയാണ്. ഓക്കെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അത് 1 ആണ്. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റയാണ്. അതുപോലെ തന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. ഇനി ടാൻ 2 തീറ്റ എങ്ങനെ കിട്ടുക? ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിഫറൻസിയേഷനിലോ ഇൻ്റഗ്രേഷനിലോ ഇതിലൊക്കെ ഇങ്ങനത്തെ വല്ല എക്സ്പാൻഷനും കണ്ടാൽ 2 സൈൻ തീറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ ജനറൽ ഏറ്റവും ഷോർട്ട് ഫോമിലേക്ക് മാറ്റാനുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 ടാൻ തീറ്റ എന്താണ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നേരെ എന്താക്കി എഴുതാം? ടാൻ 2 തീറ്റയാണ് എന്നുള്ള കാര്യം എഴുതാം. ഓക്കെ. ഇനി അടുത്തത് എന്താ? ട്രയാങ്കിൾ ആണെങ്കിൽ ഒന്നുമില്ല, ട്രയാങ്കിളിൻ്റെ ആംഗിൾ സമ്മ് ഇൻറ്റീരിയർ ആംഗിൾ എല്ലാം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയും 180 ഡിഗ്രിയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇനി വേറൊരു സാധനം പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ട്രയാങ്കിളിൻ്റെ കേസിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണ്. അതെങ്ങനെ വന്നു? ഇപ്പോൾ ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഈ സിയും ഡിയും കൂടി കൂട്ടി ഇത് സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഇതെന്ത് വരും? 180 ഡിഗ്രി അല്ലേ വരിക അല്ലേ ഈ ആംഗിൾ എന്ന് പറയുന്നത്? സിയും ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സി പ്ലസ് ഡി ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ട്രയാങ്കിളിൻ്റെ അകത്തുള്ള എല്ലാ ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? അതും 180 ഡിഗ്രി കിട്ടുക. അതും എന്താ കിട്ടുക? 180 ഡിഗ്രി. അതായത് 180 ഡിഗ്രിക്ക് ഇപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്ക് അതിൽ നിന്ന് എന്തെഴുതാം? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഡി ആണ്. രണ്ട് സ്ഥലത്തും സി ഉണ്ടല്ലേ? രണ്ട് സ്ഥലത്തും എന്തുണ്ട്? സി ഉണ്ട്. അത് 2 സീനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടി? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഡി. അതായത് പുറത്തുള്ള ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഉള്ള എയുടെയും ബിൻ്റെയും സമ്മാണ്, ഓപ്പോസിറ്റിൻ്റെ സമ്മാണ്, 2 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണ്. ക്ലിയർ? ഓക്കെ. ഇനി ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ തന്നെ അതിനെന്താ വിളിക്കുക? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ സൈഡാണെങ്കിലും സൈഡിനൊക്കെ ഓപ്പോസിറ്റുള്ള എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഐസോസിലേറ്റഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനാണ് പറയുക. എന്താണ്? 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെന്താ പറയുക? ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറയുക. അതിനെന്താ പറയുക? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുക 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ. ഓക്കെ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഇനി ലോ ഓഫ് സൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അതായത് എന്താണ്? ഇത്രയേ ഉള്ളൂ. എ സൈൻ എ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി സൈൻ ബി ഈക്വൽ ടു സി സൈൻ സി. ഇതൊക്കെ എന്താ? അത് സൈഡാണ് കേട്ടോ, സൈഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് എ എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. 2 ആംഗിൾ തന്നിട്ടുണ്ട് 30, 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ബി, മറ്റേ സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയുന്ന സാധനം എ ബൈ സൈൻ എ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ആണ്. ഈ സാധനം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 10 എന്നുണ്ട്. സൈൻ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണ് തന്നിട്ടുണ്ട്. സൈൻ 30 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട്. സൈൻ ബി എന്ന് പറയുന്നത് 60, സൈൻ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം അറിയണം. സൈൻ 30ൻ്റെ വാല്യൂയും സൈൻ 60ൻ്റെ വാല്യൂ അറിയണം. ഇനിയിപ്പോൾ 10 ബൈ സൈൻ 30 എന്ന് പറഞ്ഞാൽ ആരാ? ജസ്റ്റ് രണ്ടാമത്തെ ആളാണ്. അപ്പോൾ 1 നമ്മൾ 0 എന്നല്ല, 0 1/2 എന്ന് വരും. 1/2 എന്ന് വരും. ഈക്വൽ ടു ബി ബൈ സൈൻ 60 എന്ന് പറഞ്ഞാൽ എത്ര? 30 കഴിഞ്ഞ് 1/2 1/√2 √3/2 √3/2 വരിക. √3/2. അപ്പോൾ നേരത്തെ മുന്നേ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്തേക്ക് എങ്ങനെ പോവാം? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 2നെ മോൾ ക്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
20/1 ജസ്റ്റ് 20 ചെയ്താൽ മതി. താഴെ എന്ത് വരും? 2b/√3 എന്ന് വരും. 2b/√3. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 2b = എന്ത് വരും? 20√3. അങ്ങനെയാണെങ്കിൽ b എന്ന് പറയുന്നത് എന്താ? 10√3 ആണ് കേട്ടോ. 10√3. അപ്പോൾ അങ്ങനെയാണ് ആ സൈഡ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് 10√3. ഇനി അടുത്തൊരു ഭാഗമാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗം. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് അവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഹൈറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് എലവേഷനും ഉണ്ട്, ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉണ്ട്. അപ്പോൾ രണ്ട് സാധനങ്ങളാണ് ഇവിടെ. ഇപ്പം ഒരു ട്രയാങ്കിളിനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താണ്? ഒരാൾ ഒരു ടവറിൻ്റെ മുകളിലേക്ക് നോക്കുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്ര ഡിഗ്രി കോണളവിലാണ് അയാൾ നോക്കുന്നത് എങ്കിൽ ടവറിൻ്റെ നീളം. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ. അപ്പോൾ അതിനെ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ട്രയാങ്കിളാണ് കിട്ടുക. എന്താണ് കിട്ടുന്നത്? ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ആ ട്രയാങ്കിളിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ആംഗിൾ കിട്ടും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമുക്ക് എപ്പോഴും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് ഈ പറഞ്ഞ സാധനം നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒബ്സർവർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നോക്കുന്നുണ്ട്. അയാളുടെ കണ്ണാണെങ്കിൽ അയാളുടെ നേരെയുള്ള സൈറ്റാണിത്. അതായത് ഹൊറിസോണ്ടൽ സൈറ്റാണ് ഈ പറയുന്നത്. അതിനുശേഷം ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്, അതായത് നോക്കുന്ന മുകളിലുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ആ ഒരു സൈറ്റിനാണ് ലൈൻ ഓഫ് സൈറ്റ്. ഈ ഹൊറിസോണ്ടലിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലവേഷൻ. അതിൽ മുകളിലേക്ക് നോക്കുന്ന കോണിൻ്റെ അളവാണ്. അതാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം താഴത്തേക്കാണ്, ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിരിക്കും അത്. ഓക്കെ. ഇനി ഇത് ജസ്റ്റ് അതിനൊരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. അതൊരു എന്താണ് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇവിടെ ഫൂട്ടിലേക്കുള്ള ഈ ഒരു മീറ്റർ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ആണ്. ഇതാണ് ടവർ. അങ്ങനെയാണെങ്കിൽ ഈ ടവറുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി നമ്മുടെ ഇങ്ങനെയും മതി. ഇത് 45 ആണെങ്കിൽ ഇവിടെയും 45 ആണ്, ഇവിടെയും 45 വരും. ഓക്കെ. ഇതാണ് നമ്മളെ സാധനം. ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈനാണ് മറ്റേത്. ഈ ഒരു ആംഗിളാണ് നമ്മൾ പറയുന്നത് എന്ത്? ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിളാണ്. ഓക്കെ. ജസ്റ്റ് ആ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒബ്സർവർ താഴേക്കാണ് നോക്കുന്നതെങ്കിൽ, നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്കാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷനാണ്. താഴേക്കാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ കൊടുത്തത് എന്താ? ഇവിടെ ആംഗിൾ ഓഫ് എലവേഷനാണ് കൊടുത്തത്. ഇവിടെ നിന്നുള്ള കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് പറയുന്നത് ഫസ്റ്റത്തെ ആളെ ഹൈറ്റാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഇപ്പോൾ ഒരാളുടെ കണ്ണ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കില്ല. അപ്പോൾ ആ ഹൈറ്റും കൂടി അതിൻ്റെ കൂടെ അതിൻ്റെയും, ഇത് രണ്ട് ഒബ്ജക്റ്റാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. ഓക്കെ. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഒരാൾ മുകളിൽ നിൽക്കുന്നുണ്ട്, അയാൾ താഴേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ, അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, അത് വെച്ചിട്ട് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഏതൊരു വലിയ ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ ഹൈറ്റ് അളന്ന് നോക്കാതെ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഇതിലൊക്കെ വരുന്നത്. ഇനി ഇതൊരു മതിലാണ്. മതിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ട്രയാങ്കിളാണ്. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഒരു മതിലുണ്ട്, ആ മതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോണി ചാരി വെച്ചു. ഇത്ര കോണളവിലാണ് എന്തേ ഉണ്ടാവുള്ളൂ. അതായത് ക്വസ്റ്റ്യനിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒരു എന്താ പറയുക, ലാഡർ അല്ലെങ്കിൽ കോണി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മതിലേക്ക് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഡിസ്റ്റൻസാണ്, മതിലിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് ഇത്ര ആംഗിളിലാണ് ചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ മതിലിൻ്റെ ഹൈറ്റ് എന്താണ്, അല്ലെങ്കിൽ കോണിയുടെ ഹൈറ്റ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ വരലുണ്ട്. അപ്പോൾ അതാണിത്. ഈ ചാരി വെച്ച കോണിയാണ് ഈ കാണുന്ന സാധനം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാവും അല്ലെങ്കിൽ ഇതോ ആയിരിക്കും. ഓക്കെ. ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവും, മറ്റേത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇനി ലുക്കിംഗ് അപ്വേർഡ് ആണെങ്കിൽ അതിന് ആംഗിൾ ഓഫ് എലവേഷൻ എന്നും, ലുക്കിംഗ് ഡൗൺവേർഡ് ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും പറയും. ആംഗിൾ ഓഫ് എലവേഷൻ എന്താ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ടവർ ഈസ് ഒബ്സർവ്ഡ് ഫ്രം എ പോയിൻറ്റ് 20 മീറ്റർ അവേ ഫ്രം അവേ ആൻഡ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതായത് ഒരു ടവർ കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു ടവർ കാണുന്നുണ്ട്. ഈ ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഡിസ്റ്റൻസിലാണ്? 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ടവർ കിടക്കുന്നത്. അതുപോലെ തന്നെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ടവറാണ് കാണാൻ പറഞ്ഞത്. ഹൈറ്റ് ഓഫ് ടവറാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അങ്ങനെയാണ് എന്ത് പറയും? നമുക്ക് നേരെ ഇക്വേഷൻ ഉണ്ട്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ 45 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ടാൻ 45 എന്ന് പറയുന്നത്
ഇവിടെ എന്ത് കിട്ടും? tan 45 എന്ന് പറയുന്നത് ഹൈറ്റ് നമുക്കറിയില്ല, ഹൈറ്റാണ് കണ്ടുപിടിക്കുന്നത്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം, ഹൈറ്റ് ബൈ 20. അപ്പോൾ ഹൈറ്റ് എന്താണെന്ന് കിട്ടും? h = 20 എന്ന് കിട്ടും. h = 20. ഇനി ടാൻ്റെ കേസിലുള്ള ആംഗിൾസ്, അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് ചോദിക്കുന്നത് tan 30, 45, 60 ആണ്. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. tan 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് √3 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതാ? സൈൻ ഇൻവേഴ്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇതൊക്കെയാണ് എന്ത്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് തീറ്റ, സൈൻ ഇൻവേഴ്സ് 0, അതായത് ഇതിൻ്റെ മീനിങ് എന്താ? സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1, കോസ് ഇൻവേഴ്സ് 1, കോസ് ഇൻവേഴ്സ് 1/√2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഇത് മാറുന്നത്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിഗ്രിയിലാണ് സൈനിന് 0? മനസ്സിലായോ? ഏത് ഡിഗ്രിയിലാണ് സൈൻ്റെ വാല്യൂ 0 ആവുന്നത്? സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചത്. സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണെന്നുള്ള സാധനമാണ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചത്രേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2, അതായത് എത്ര ഡിഗ്രിയിലാണ് സൈൻ 1/2 ആവുന്നത്, അതാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. അപ്പോൾ ആ ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. മറ്റടുത്ത് ആ ഡിഗ്രി ഉണ്ടാവും. സൈൻ 30 എന്ന് പറഞ്ഞാലാണ് 1/2, സൈൻ 45 എന്ന് പറഞ്ഞാലാണ് 1/√2. ഈ സാധനം നമുക്കറിയാം. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2, ഈ സാധനം അറിയാം. അപ്പോൾ √3/2 ആവാൻ ഏത് ഡിഗ്രി? സൈൻ √3/2 എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയാൻ പറ്റണം? തിരിച്ച് അത് ഏതാണെന്നും കിട്ടണം. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. കോസ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി. അപ്പോൾ 1 എപ്പോഴാണ്? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? അതായത് 1 കിട്ടാൻ എത്ര ഡിഗ്രിയിലായപ്പോഴാണ് 1 കിട്ടിയത്? അതെന്ന് പറയുന്നത് 0 ആണ്. റെഡി. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 നമ്മൾ പറഞ്ഞു. ജനറലായിട്ട് എപ്പോഴും അധികത്തിനും ചോദിക്കുന്ന സാധനമാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2. അതെന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത് പ്രോബബിലിറ്റിയിലേക്ക് പോവാണ്. പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. പ്രോബബിലിറ്റി എന്തിനാണ്? 0നും 1നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഗെറ്റിംഗ് എ ഹെഡ് ടോസിങ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടൈൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? 1/2 ആണ്. അങ്ങനെ റോളിങ് എ ഡൈ, ഒരു ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 ആണ് ഏതൊക്കെ ഔട്ട്കം ആയിട്ടുള്ളത്, പോസിബിൾ ഔട്ട്കം ആയിട്ട് ഏതൊക്കെയുള്ളത് ഡൈയിലുള്ളത് ഇത്രയാണ്, 1 to 6 ആണ്. ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് പോസിബിൾ ഔട്ട്കംസ് ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും, ഹെഡോ ടെയിലോ കിട്ടാം. അതാണ് കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ആൻഡ് ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, പറഞ്ഞുതരാം. ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ ഓൺ എ ഡൈ. ഒരു ഡൈ ടോസ് ചെയ്തു, അതിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഒരു ഡൈ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1 to 6 ആണുള്ളത്. അതിൽ ഈവൻ നമ്പേഴ്സ് ഏതാ? 2, 4, 6 ആണ്. ഏതൊക്കെയാണ്? 2, 4, 6 ആണ്. എന്താണ്? 2, 4, 6 ആണ്. അപ്പോൾ മൊത്തമുള്ളത് 6 ആണ്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോബബിലിറ്റിക്ക് സാധ്യതയാണ്. അപ്പോൾ 1/2 ആയിരിക്കും അത് ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇവൻറ്റ് എന്ന് പറയുന്നത് 2, 4, 6 ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടില്ല, ഇവൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഇവൻറ്റ്, അതായത് ആ ഒരു ഇവൻറ്റ് എത്ര ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള ഒരു ഇവൻറ്റ് നടക്കാനുള്ള ഗെറ്റിംഗ് ഉള്ള ചാൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ 2, 4, 6 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലാസിക്കൽ പ്രോബബിലിറ്റി ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. അതായത് എത്ര തരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ടോ ടോട്ടൽ ഔട്ട്കമ്മിൽ നമുക്ക് ഫേവറബിളായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഔട്ട്കമ്മും ടോട്ടൽ ഔട്ട്കമ്മും കൂടി ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓൺ എ ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് 3/6 എന്ന് വരും, 1/2 ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ദാറ്റ് ഈസ് ഡസ് നോട്ട് ഒക്കർ, നേരെ തിരിച്ച് 1 - പ്രോബബിലിറ്റി ഓഫ് ഇ ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ഇ നമ്മളെ കയ്യിലുണ്ട്. ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഒക്കറിങ് ദാറ്റ് ഇവൻറ്റ്, ആ ഇവൻറ്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 - പ്രോബബിലിറ്റി ഓഫ് ഇ ചെയ്ത് കഴിഞ്ഞാൽ ഡസ് നോട്ട് ഒക്കറിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. 1ൽ നിന്ന് കുറച്ചത്, കാരണം 0നും 1ൻ്റെ ഇടയ്ക്കാണ് പ്രോബബിലിറ്റി എന്ത് ചെയ്യുന്നത്? ലൈസ് ചെയ്യുന്നത്. ഓക്കെ, സാമ്പിൾ സ്പേസ് ഓഫ് 2 കോയിൻ ടോസസ്, 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഒരു കോയിനിൽ ഹെഡും ടെയിലും ആണത്. 2 കോയിനും ഒപ്പമാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതകൾ രണ്ടും ഹെഡ് ആവാം. എന്താണ്? രണ്ടും ഹെഡ് ആവാം.
അല്ലെങ്കിൽ ഒരു ഹെഡ് ഒരു ടെയിലാവാം, അല്ലെങ്കിൽ ഒരു ടെയിൽ ഒരു ഹെഡ് ആവാം, അല്ലെങ്കിൽ രണ്ടും എന്താവാം, ടെയിലാവാം. മൊത്തം പറയുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സാറ്റ് വൺ ഹെഡ്, ഒരു ഹെഡെങ്കിലും ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി, എക്സാറ്റ് വൺ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? എക്സാറ്റ് വൺ ഹെഡ് ഒന്നല്ല, എക്സാറ്റ് ആണ്, ഒറ്റ ഹെഡേ ഉണ്ടാകാൻ പാടുള്ളൂ. എക്സാറ്റ് ആണ് ചെയ്തത്. ഇവിടെ 2 ഹെഡ് ഉണ്ട്, HTയും THും ആണ് 2 പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മൊത്തം 4 ഉണ്ട്, അതിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 2/4, അതായത് എന്താണ് 1/2 എന്ന് വരും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കാർഡാണ് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാർഡ്. ഒരു ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറഞ്ഞാൽ, ഡെക്ക് ഓഫ് കാർഡ് എന്നാണ് പറയുക. ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറഞ്ഞാൽ 52 കാർഡാണ്. 52 കാർഡിൽ 26 റെഡ് കാർഡ്, 26 ബ്ലാക്ക് കാർഡാണ് ഉണ്ടാവുക. ഇതിനെ വീണ്ടും സ്പ്ലിറ്റായിട്ട് 4 തിരിച്ചിട്ടുണ്ട്. ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്സ്, സ്പേഡ്, ഇങ്ങനെ 4 സ്യൂട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 സ്യൂട്ടുകളുണ്ട്. ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ സ്യൂട്ടിൽ 13 കാർഡുകളാണ് ഉണ്ടാവുക. ഒരു സ്യൂട്ടിൽ 13 കാർഡ്. അങ്ങനെയാണെങ്കിൽ 13 × 4 എന്ത് വരും? 52 വരും. ടോട്ടൽ 52 കാർഡ്. ഈ 13 കാർഡ് ഓരോ സ്യൂട്ട്, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പീഡ്, ഓരോ സ്യൂട്ടിലും ഫേസ് കാർഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയുണ്ട്? ജാക്ക്, ക്യൂന്, കിങ്, ക്യൂനായിട്ടുള്ള എന്തുണ്ട്? ഫേസ് കാർഡുകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ടാവും? അതായത് ഓരോ എന്തിലും എത്ര ഉണ്ട്? 4 വീതമുണ്ട്. 4 വീതം ആൾക്കാർ ഇവരുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4 3 12 വരും. മനസ്സിലായോ? അതായത് കിങ് എന്ന് പറയുന്നത് ഏതിലുണ്ട്? ഹാർട്ടിൽ, സ്പേഡിൽ, ക്ലബ്ബിൽ, ഡയമണ്ടിലുണ്ടാവും. മൊത്തം 12 ഫേസ് കാർഡുകളാണ്. ഈ ഫേസ് കാർഡിൻ്റെ എണ്ണാട്ടോ ഇത് 12. ടോട്ടൽ 12 ഫേസ് കാർഡുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ കിങ്, ഒരു കിങ്ങിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഒരു 52 കാർഡിൽ ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറയുമ്പോൾ നേരെ എന്ത് എഴുതണം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് എന്ന് പറയുമ്പോൾ മൊത്തം എത്ര? ഫേവറബിൾ ഔട്ട്കമാണിൻ്റെ മുന്നേ ടോട്ടൽ ഔട്ട്കം എഴുതാം, 52 ആണ്. ഇനി ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് എത്ര ഉണ്ട്? കിങ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓരോ സ്യൂട്ടിലും ഓരോ കിങ് വേദമുണ്ട്. മൊത്തം 4 സ്യൂട്ട് ഉണ്ട്. അപ്പോൾ 4/52 വിച്ച് ഈസ് ഈക്വൽ ടു 1/13 ആയിരിക്കും. 1/13 ആയിരിക്കും എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഡോയിങ് എ കിങ് എന്ന് പറയുന്നത്. ഇനി 2 ഇവൻറ്റ് ഒക്കർ ചെയ്യുകയാണ്, AB എന്ന് പറഞ്ഞ 2 ഇവൻറ്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് P ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിനെ എന്ത് പറഞ്ഞാൽ മതി? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിനെ എന്ത് പറഞ്ഞു? P ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് P ഓഫ് A പ്ലസ് P ഓഫ് B മാത്രം മതി. മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B വേണ്ട, കാരണം എന്താണ്? 0 ആണ്. ഒരു ഡൈ ത്രോ ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 or 2. ഓക്കെ, 1 or 2 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ 2 ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. 2 ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. 1 or 2 കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതും 1/6 ആണ്. അപ്പോൾ രണ്ടും കൂടി ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 2/6 എന്ന് പറയുമ്പോൾ 1/3 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. ഇനി മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് ഫോർ ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്. ഇൻഡിപെൻഡൻസ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇവൻറ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. 2 ഇവൻറ്റുകളുണ്ട്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. P ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് P ഓഫ് A ഇൻറ്റു P ഓഫ് B ആയിരിക്കും. ഓക്കെ, മാറട്ടെ. ക്ലിയർ? 2 പ്രോബബിലിറ്റി, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ഇവൻറ്റുകൾ പറയുകയാണ്. ഒന്ന് 2 കോയിൻസ് ആർ ടോസ്ഡ്, 2 കോയിൻസ് ടോസ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് H. അടുത്ത് ഇൻഡിപെൻഡൻ്റ് കാര്യം എടുത്ത് പറയാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. 2 കോയിൻസ് ആർ ടോസ്ഡ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 H ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്ത് വരും? ഓക്കെ, 2 H ആവണം. 1 H ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2. 2 H ആവണമെങ്കിൽ 1/2 × 1/2 എന്ത് വരും? 1/4 ആവും വരിക. ഇനി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇവൻറ്റിനെ ഡസ് നോട്ട് എഫക്റ്റ് ചെയ്യാത്തതാണ്. അതിനൊരു എക്സാമ്പിളാണ് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്തും ചെയ്തു, ഒരു ഡൈ റോൾ ചെയ്തും ചെയ്തു. റോളിങ് എ ഡൈയും ടോസിങ് എ കോയിനും 2 ഇവൻ്റാണ്. ഈ ഇവൻറ്റ് തമ്മിൽ എന്ത് ചെയ്യില്ല? ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ്, അതൊരു ക്വസ്റ്റ്യനാണ്. പ്രോബിലിറ്റി ഓഫ് എ ഹെഡ് ആൻഡ് 6. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഹെഡും കിട്ടണം. എന്തിൽ കിട്ടണം? കോയിനിലൊരു ഹെഡും കിട്ടണം, അതുപോലെ തന്നെ ഡൈയിൽ 6ഉം കിട്ടണം. അങ്ങനെയാണെങ്കിൽ കോയിനിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണെന്ന് അറിയാം. ഇനി ഒരു 6 കിട്ടണം.
ഇനി ഡൈസിൽ 6 കിട്ടുകയാണെങ്കിൽ അത് 1/6 ആണെന്നറിയാം. അത് 2 ഇൻറ്റു ചെയ്താൽ 1/12 എന്ന് വരും. എന്ത് വരും? 1/12 എന്ന് വരും. ഓക്കെ. ഇനി കണ്ടീഷണൽ പ്രോബിലിറ്റി എന്നുള്ള സാധനമുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഇനിയിപ്പോൾ അടുത്തേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ കാർഡ് ഡ്രോൺ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് എ ഈസ് എ കിങ് ദാറ്റ് ഈസ് എ ഫേസ് കാർഡ്. ഓക്കെ, എ കിങ് ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ മൊത്തം 4 കിങ് ഉണ്ട് എന്നറിയാം അല്ലേ? ഫേസ് കാർഡ് 12 ആണ്. അപ്പോൾ 12ത്തിൽ 4, 1/3. ക്ലിയർ? ഇനി സ്റ്റാറ്റിയാണ്. സ്റ്റാറ്റിയിൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊത്തം കൂട്ടുക, അതിൻ്റെ മൊത്തം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മീൻ എന്ന് പറയുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ വാല്യൂ ആണ്. ഓടാണെങ്കിൽ കറക്റ്റ് ഒരു മീഡിയൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? നടുക്കുള്ള രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, രണ്ടാളെയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവന് മീൻ കിട്ടും. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഒക്കർ ചെയ്ത അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്ത ആളാണ് മോഡായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ 2, 3, 3, 4, 5 എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സാധനങ്ങളാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡാറ്റയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയാം. എക്സ് മൈനസ് എക്സ് ബാർ ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നാണ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സിഗ്മയാണ്. ഓക്കെ. ഇനി അതിൽ എന്താണ്? ഡാറ്റ വൈഡ്ലി സ്പ്രെഡ് ആണെങ്കിൽ ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ക്ലസ്റ്റേർഡ് ക്ലോസ്ലി ആണെങ്കിൽ സ്മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അതിൻ്റെ കൂടെ പറഞ്ഞു തന്നോളാം. ഇനി പ്രോബബിലിറ്റിയിലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത രീതിയിൽ പോവാം. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 റെഡ് ബോൾസ് ഫ്രം 5 റെഡ് ബോൾസ് ആൻഡ് 3 ബ്ലൂ ബോൾസ്. 2 റെഡ് ബോൾ എടുക്കണം, നമുക്ക് 5 റെഡ് ബോളെന്നും 3 ബ്ലൂ ബോളെന്നുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര വേസ് ഉണ്ട് നോക്കാം. മൊത്തം നമുക്ക് ഇവിടെ ഉള്ളത് 5ഉം 3ഉം 8 ആണ്. 8 ടോട്ടൽ ഔട്ട്കംസ് ആണുള്ളത്. ഔട്ട്കംസ് അല്ല, ടോട്ടൽ പോസിബിൾ വേസ് ആണുള്ളത്. 8 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് ആകെ എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, 2 എണ്ണം എടുക്കാനുള്ളൂ. 8C2 എന്തുവരും? 8C2. ഇനി ഫേവറബിൾ വേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് 3ൽ നിന്ന് പോയി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ 3 ബോൾ എന്ന് പറയുന്നത് എന്താ? അത് ബ്ലൂവാണ്. നമുക്കുള്ളത് ആകെ 5 റെഡാണ്. ആ 5 റെഡിൽ നിന്ന് 2 എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളത് 8C2 ആണ്. അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5C2 ആണ്. ക്ലിയർ? അതായിരിക്കും ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഡൈ ത്രോ ചെയ്തു, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/6 ആയിരിക്കും. 2 കോയിൻസ് ടോസ് ചെയ്തു, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. നമുക്കറിയാം. എ കാർഡ് ഈസ് ഡ്രോൺ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളേതാ? എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/13 ആയിരിക്കും. ഓക്കെ. അടുത്തത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഇനി ഷേപ്സ്, അതിൻ്റെ ഏരിയാസ്, പെരിമീറ്റർ, സർഫസ് ഏരിയ, സർക്കംസർഫൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമുക്കെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ പുറത്താണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2LBH ആണ്. സ്ക്വയർ ആണെങ്കിൽ A സ്ക്വയർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4A ആണ്. ഇനി ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 1/2BH, അതായത് ഹാഫ് BH ആണ് ട്രയാങ്കിളിൻ്റെ കേസിൽ. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. ഇനി നമുക്കറിയാം 3 സൈഡ് തന്നിട്ടുണ്ട് ട്രയാങ്കിളിൽ. 3 സൈഡ് തന്നിട്ടുണ്ട്. ആ 3 സൈഡ് തന്നിട്ടാണ് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഒന്നുമില്ല, √S × S - A S - B. S - C എന്താണ്? S എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. സെമി പെരിമീറ്റർ S = A + B + C / 2. ഓക്കെ, ക്ലിയർ? അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ √3/4 A² ചെയ്താൽ മതി. ഇനി ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് BH ആയിരിക്കും. റോംബസ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 D1 D2 ആയിരിക്കും. എന്താണ്? 1/2 D1 D2 ആയിരിക്കും. 1/2 D1 D2 ആയിരിക്കും റോംബസിൻ്റെ കേസിൽ. ഓക്കെ. ഇനി ഒരു ട്രപ്പീസിയം ആണെങ്കിൽ, D1 D2 എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആട്ടോ. ട്രപ്പീസിയം ആണെങ്കിൽ 1/2 A + B
ഇൻറ്റു എച്ച് ആയിരിക്കും. എയും ബിയും എന്താ അതിൻ്റെ പാരലൽ സൈഡ്സ് ആണ്. എയും ബിയും എന്താ പാരലൽ സൈഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ. നോക്കാം, ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്, റോംബസ് ഉണ്ട്, ട്രപ്പീസിയം. അടുത്ത സർക്കിളാണ്. പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ പെരിമീറ്റർ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ആർ ആണ്. ഓക്കെ, ഇതാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ. ഡയമീറ്റർ, റേഡിയസ്, സർക്കംഫറൻസ്. ഓക്കെ, ചുറ്റളവ്, അതിൻ്റെ സർക്കിളിൻ്റെ ചുറ്റളവ്. ഓക്കെ, ഇനി ഒരു ക്യൂബിലേക്ക് വരികയാണ്. ക്യൂബിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഓൾ എഡ്ജസ് ആർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിന് എന്തുണ്ടാവും, ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു ഹൈറ്റും കൂടി ഉണ്ടാവും, എ ക്യൂബാണ്. TSA ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A² ആണ്. ഇത്ര 6 സൈഡ് ഉണ്ടാവും. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ A² ആണ് അല്ലേ, സ്ക്വയർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A√3 ആയിരിക്കും. A√3 ആയിരിക്കും ഡയഗണൽ എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ 6A², ഡയഗണൽ എന്ന് പറയുന്നത് A√3 ആയിരിക്കും. ഓക്കെ, ക്യൂബോയിഡിൻ്റെ കേസിൽ LBH ഉണ്ട്. വോളിയം എന്ന് പറയുന്നത് LBH ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എന്താ വരുന്നത്, 2 ഇൻറ്റു LB ഇൻറ്റു LH ഇൻറ്റു BH. ഇതാണ് അതിൻ്റെ എന്ത് പറയുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഒരു സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, സിലിണ്ടറിൻ്റെ കേസിൽ ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്, അതെന്താ, ഒരു ക്യൂബാണത്. ഓക്കെ, ഇതൊരു ക്യൂബാണ്. സർഫസ് ഏരിയ ആണ് കാണിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എസ് എന്ന് പറയുന്നത് 6A² വന്ന എങ്ങനെയാണ്, 6 പാർട്ടുകളാണ് ഈ ക്യൂബിനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 6A² ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ A³ ആണ്. 3 ആണ് കൊടുത്തതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ ഉത്തരം കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. A = 3 ആണ് ഇവിടെ. ഓക്കെ, ക്ലിയർ. ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത്ത്. ഓക്കെ, ക്യൂബിനെ കുറിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ക്ലിയർ. അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 2 പൈ RH ആണ്. പൈ R² ആണ് എന്ത് പറയുന്നത്, സർഫസ് ഏരിയ അല്ലെങ്കിൽ എൻ്റെ വോളിയം എന്ന് പറയുന്നത്. സർഫസ് ഏരിയ അല്ല, വോളിയം എന്ന് പറയുന്നത്. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 പൈ RH ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും, TSA 2 പൈ R ഇൻറ്റു R+H വരും. ഓക്കെ, ഇനി ഒരു കോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോണിന് 2 ഹൈറ്റ് ഉണ്ട്, ഒരു സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട് അല്ലേ. സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ L എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ലാൻഡ് ഹൈറ്റ് L ആണ്. അങ്ങനെയാണെങ്കിൽ L എങ്ങനെ കാണാം, L കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, √R² + H² ചെയ്താൽ മതി. L കാണാനേ √R² + H² ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ R²H ആണ്. 1/3 പൈ R²H ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ RL ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ R ഇൻറ്റു L+R ആണ്. ക്ലിയർ. ഇനി സ്ഫിയറിൻ്റെ കേസിൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ R³ ആണ്. സർഫസ് ഏരിയ ആണ് അതിലേറെ ഇമ്പോർട്ടൻ്റ്, 4 പൈ R² ആണ്. 4/3 പൈ R² എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ വോളിയമാണ്. 4 പൈ R² എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ് സ്ഫിയറിന്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 പൈ R³ ആണ്. 2/3 പൈ R³. ടോട്ടൽ സർഫസ് ഏരിയ 3 പൈ R². അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് തന്നിട്ടുണ്ട്. പൈ R² ആണ്. എന്താണ്, പൈ R² ആണ്. R എന്ന് പറഞ്ഞാൽ 14 ആണ്. 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 പൈ. വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ A³ ആണ് ചെയ്യേണ്ടത്. അത് 5³ വരും 125. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ചോദിച്ചു 4 പൈ R² ആണ്. വോളിയം എന്താ, 4/3 പൈ R³ ആണ്.
ഇവിടെ എന്താ ചോദിച്ചത്? സർഫസ് ഏരിയ ആണ് ചോദിച്ചത്. 196 പൈ എന്ന് വരും. ക്ലിയർ? റെഡി? വോളിയം ഓഫ് എ സിലിണ്ടർ വിത്ത് R തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാം. വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് എ സിലിണ്ടർ ആണ്. അപ്പോൾ നോക്ക്, സിലിണ്ടറിൻ്റെ വോളിയം എന്താ? സിലിണ്ടറിൻ്റെ വോളിയം എന്താ? സിലിണ്ടറിൻ്റെ വോളിയം എന്താ? സിലിണ്ടർ നമ്മളെവിടെ പഠിച്ച്? സിലിണ്ടർ ഓക്കെ, സിലിണ്ടർ ഇവിടെ പഠിച്ച് പൈ r²h ആണ്. എന്താണ്? പൈ r²h. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ബാക്ക് പോയതാണ്. പൈ r²h ആണ്. എന്താണ്? വോളിയം ഈക്വൽ ടു അറിയാത്ത അപ്പുറത്ത് നോക്കുക, പഠിക്കുക. പൈ r²h ആണ്. നമുക്ക് വന്നിട്ടുണ്ട് R എന്ന് പറയുന്നത് 3 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, H എന്ന് പറഞ്ഞാൽ 10 ആണ്. 90 പൈ എന്ന് വരും. 90 പൈ. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുവരെ എടുത്ത ടോപ്പിക്കുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഒരു 1 ഹവറിൻ്റെ മുകളിൽ നമ്മൾ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ഇതുവരെ എടുത്ത കാര്യങ്ങളാണ് ഒറ്റൊരു ഇതായിട്ട് കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യം പറയാതെ പോയിട്ടുമുണ്ട്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ജനറലായിട്ട് നമുക്കൊന്ന് വെറുതെ ഓടിച്ച് പറയാം. ക്വാഡ്രാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് -b + or - b² - 4ac ആണ്. nth ടേം അരിത്തമാറ്റിക് പ്രോഗ്രഷനത്തിലെ nth ടേം എന്ന് പറഞ്ഞാൽ a + n - 1d ആണ്. സം എന്ന് പറഞ്ഞാൽ n-2 എന്താണ്? n-2 2a + n - 1d ആണ്. ഇനി ജോമെട്രിൽ പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ar n - 1 ആണ്. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ a × r⁻n - 1 r - 1 ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ NPR ആണ്. NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ NCR ആണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ ആണ്. ഇനി ലോഗിൻ്റെ കേസിൽ പ്രൊഡക്റ്റ് റൂൾ log mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log m + log n ആണ്. ഇൻഡെക്സ് റൂള് m ഇൻറ്റു എന്താണ്? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m + 1 ആണ്. ക്ലിയർ? അടുത്തത് നമ്മൾ പഠിച്ചത് എന്താ? ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ് √(x2 - x1) ² + y2 - y1² ആണ്. മിഡ് പോയിൻ്റ് എങ്ങനെ കാണാം? x1ഉം x2 ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y1ഉം y2 ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്ലോപ്പാണോ? y2 - y1 / x2 - x1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സ്ലോപ്പ് m എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? y = mx + c ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = mx + c ആണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - h² + y - k² = r² ആണ്. x - h² + y - k² = r² ആണ്. അങ്ങനെയാണെങ്കിൽ പരാബോളയുടെ ഇക്വേഷൻ എന്താ? y² = 4ax ആണ്. y² = 4ax ആണ്. എലിപ്സിൻ്റെ കേസിൽ വരുമ്പോൾ x² / a² + y² + b² എന്ന് പറയുന്നത് 1 ആണ്. ഹൈപ്പർബോള ആണെങ്കിലോ പ്ലസിന് മാറ്റം വരും. x² / a² - y² / b² എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ലൈൻ ആണെങ്കിൽ m × n സ്ലോപ്പുകൾ എന്തായിരിക്കും? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -1 ആണ്. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അടുത്തത് ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. sin² θ + cos² θ = 1 ആണ്. 1 + tan² θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് c² θയുടെ എക്സ്പാൻഷനാണ്. ഇനി നമ്മുടെ ലോസ് ഓഫ് സൈൻ എന്ന് പറഞ്ഞാൽ a/sin a = b/sin b = c/sin c ആണ്. ക്ലിയർ? ഓക്കെ, അതുപോലെ തന്നെ ലോ ഓഫ് കൊസൈൻസും ഉണ്ട് കേട്ടോ. c² = a² + b² - 2ab cos c ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് അടുത്തൊരു ഫാക്ടറാണ്. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ്. ഡബിൾ ആംഗിൾ അടുത്ത് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. 2 sin θ cos θ എന്ന് പറയുന്നത് 2 sin a cos a എന്ന് പറയുന്നത് sin 2a ആണ്, അല്ലെങ്കിൽ sin 2 θ ആണ്. ഓക്കെ, ക്ലിയർ? അടുത്ത പ്രോബിലിറ്റിയാണ്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഔട്ട്കമ്മിൽ നിന്ന് അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അത് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഒരു ഇവൻറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതിനുള്ള പ്രോബിലിറ്റി 1 - പ്രോബിലിറ്റി ഓഫ്
ആ ഇവൻ്റ് ആണ്. ഇനി അഡീഷണലായിട്ട് നമ്മൾ പഠിക്കുന്ന റൂൾ എന്താ? അഡീഷൻ റൂൾ എന്ന് പറയുന്നത് എന്താ? അഡീഷണലായിട്ട് പഠിക്കുന്നതല്ല, അഡീഷണൽ റൂളാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, രണ്ടാളെ ആഡ് ചെയ്താണെങ്കിൽ എങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് യൂണിയൻ അതെന്ന് പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി, അതിലിടയ്ക്ക് കൂടി ചേർന്ന ഭാഗം ഉണ്ടാവും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതിൽ നിന്ന് ചെയ്യാം, മൈനസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. മീൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് അല്ല ഡിവൈഡഡ് ബൈ എൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടാണ്. വേരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇതും കൂടെ ഉള്ളൂ. ഷേപ്സ് അതിൻ്റെ ഫോർമുലാസുമാണ് പഠിക്കുന്നത്. ഏരിയേൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൽ ബി ചെയ്താൽ മതി. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എ ക്യൂബ് ചെയ്താൽ മതി. ട്രയാങ്കിളിൻ്റെത് 1/2 BH കണ്ടാൽ മതി. സർക്കിളിൻ്റെത് πr സ്ക്വയർ ചെയ്താൽ മതി. സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണണമെങ്കിൽ 2πr ചെയ്യണം. വോളിയം കാണണമെങ്കിൽ എ ക്യൂബ് കണ്ടാൽ മതി. ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ആണ്. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ LBH ആണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr²h ആണ്. കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² ആണ്. 1/3 πr² ആണ്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കട്ടെ. താങ്ക് യു. ശരി, ബൈ.